ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ, പുറത്ത് നല്ല തണുപ്പാണ്. അപ്പൊ ഞാൻ പറയുന്നത് പോലെ കണ്ണുകൾ അടച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അമേരിക്കയിലെ ഒരു ഉൾപ്രദേശം, ചുറ്റും നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. അതിന്റെ ആ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറും. ശക്തമായ മഞ്ഞ് വീഴ്ചയിൽ വഴി വിളക്കുകൾ വരെ മൂടിപ്പോയ ഒരു വിജനമായ വഴി കാണിക്കുകയാണ്. ആ വഴിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു സ്കൂളുണ്ട്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു ഗേൾസ് ബോർഡിംഗ് സ്കൂൾ. തണുപ്പുകാലം അത് എന്നത്തേതിനേക്കാൾ ശക്തമാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പെൺകുട്ടികൾക്ക് വെക്കേഷൻ ലീവ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ പെൺകുട്ടികളും പോയി. എന്നാൽ അവിടെ 2 പെൺകുട്ടികൾ മാത്രം ബാക്കിയാവുകയാണ്. അവരുടെ കൂടെ 2 കന്യാസ്ത്രീകളും. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഉള്ളിലേക്ക് ആ മഞ്ഞിന്റെ തണുപ്പും അതുപോലെ തന്നെ ഭയത്തിന്റെ വിറയലും ഒരുപോലെ പടർത്താൻ പോകുന്ന ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ പോവല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ അമേരിക്കയിലെ ഒരു ഉൾപ്രദേശം കാണിക്കുകയാണ്. ഈ മാസം അത് ഫെബ്രുവരിയാണ്. നല്ല തണുപ്പാണ്, ശക്തമായ മഞ്ഞ് വീഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്താണ് ബ്രംഫോർഡ് എന്ന് പേരുള്ള ഒരു കത്തോലിക്ക ബോർഡിംഗ് സ്കൂൾ ഉള്ളത്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്കൂൾ. ഇപ്പൊ അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഇവളുടെ പേര് കാതറിൻ എന്നാണ്. ബാക്കിയുള്ള പിള്ളേരെ പോലെ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഒരു ഇൻട്രോവേർട്ട് ആണ് അവള്. ഒരു പാവത്താനായിട്ടുള്ള പെൺകുട്ടി. വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. എല്ലാത്തിനോടും ഒരു പേടിയാണ് അവൾക്ക്. അതുപോലെ തന്നെ ചെറിയൊരു മയക്കത്തിലായിരുന്നു കാതറിൻ. ഇപ്പോൾ ഇതേ സമയം തന്നെ അവളൊരു സ്വപ്നം കാണുന്നുണ്ട്. അവളെ കൂട്ടാൻ വന്ന അവളുടെ അച്ഛന്റെ കൂടെ നടന്നു പോകുന്ന സമയത്ത് തകർന്നു കിടക്കുന്ന ഒരു കാറ് കാണുകയാണ്. ആ കാറിൽ നിറയെ രക്തവും കാണുന്നുണ്ട്. അതുകൊണ്ട് കാതറിൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ആ പേടിയിൽ അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അവളെ കൂട്ടാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല ചുമരിൽ വെച്ച ഒരു കലണ്ടറിലേക്ക് അവൾ നോക്കുന്നുണ്ട്. ഒരു ഡേറ്റ് അവൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡേറ്റിലാണ് അവളെ കൂട്ടാൻ വേണ്ടി അവളുടെ അച്ഛനും അമ്മയും വരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിലെ ഫാദർ അവളെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. ഫാദറിന് നന്നായിട്ട് തന്നെ കാതറിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാം. ആളൊരു പാവത്താനാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ കാതറിനെ ഓഫീസിലേക്ക് വിളിച്ച് ഫാദർ ചോദിക്കണം, മോളെ എന്താ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞില്ലേ കറക്റ്റ് ഡേറ്റിന് വരാനായിട്ട്? അവർ കൂട്ടിക്കൊണ്ടുവരാൻ വരില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഫാദർ അവർ വരുന്നു പറയണം. ഇപ്പൊ ഫാദർ പറയണ, മോളെ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്, എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഫാദർ ഇങ്ങനെ അവളോട് സംസാരിക്കുന്ന സമയത്ത് ആ റൂമിന്റെ ഒരു കോർണറിലേക്ക് നോക്കിയിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് തന്നെ കാതറിൻ ഒന്ന് ചിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാണ് അങ്ങോട്ടേക്ക് നോക്കി ചിരിച്ചത്? ഞാൻ ചിരിച്ചു വന്നോ? ആ ചിരിച്ചു, മോൾ അങ്ങോട്ടേക്ക് നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കാതറിൻ പറയണ്, അത് പിന്നെ ഫാദർ ഒരു സ്ഥലത്തേക്ക് ടൂറിന് പോവാന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. അപ്പോൾ അതോർത്ത് ഞാൻ ഒന്ന് ചിരിച്ചു പോയതാണ്. എന്തായാലും ഫാദർ ആ ഒരു ട്രിപ്പിന് പോയിട്ട് അടിച്ചു പൊളിച്ചു പോവാന്ന് പറയാം. പിന്നീട് ഓഫീസിൽ നിന്നും കാതറിൻ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ഇതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു സീനിയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള റോസിനെയാണ്. റോസിന് എന്തൊക്കെയോ ചില വയ്യായികളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നോക്കുന്ന 2 കന്യാസ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ 2 കന്യാസ്ത്രീകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ബോർഡിംഗ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രിക്റ്റ് ആണ്, കൺട്രോൾഡ് ആണ്. എന്നാൽ ബാക്കിയുള്ള പെൺകുട്ടികളെ പോലെയല്ല റോസ്, ഒരിച്ചിരി അലമ്പാണ്. ആരും കാണാതെ തരികിട പരിപാടികളൊക്കെ അവളുടെ കയ്യിലുണ്ട്. സിഗരറ്റ് വലിക്കും, കള്ള് കുടിക്കും, എന്തിനു പറയണോ ഒരു ബോയ് ഫ്രണ്ട് വരെയുണ്ട്. അവന്റെ കൂടെ ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റി നടക്കും. ഇപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്, റോസ് ഗർഭിണിയാണോ എന്ന് അവൾക്കൊരു സംശയം. അപ്പൊ ആ ഒരു കാര്യം അവളുടെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. ചെറിയൊരു പേടിയുണ്ട് റോസിന്. എന്തായാലും ഇതിനുശേഷം നോർമൽ ആയിട്ടുള്ള ഇവരുടെ സ്കൂൾ ഡേയ്സ് കാണിക്കുകയാണ്. വെക്കേഷൻ വരാൻ പോവുമല്ലേ, എല്ലാ പിള്ളേരും നല്ല സന്തോഷത്തിലാണ്. 1-2 ദിവസം കൂടെ ക്ലാസ്സുകളൊക്കെ ഉള്ളൂ. എന്തായാലും ആ ഒരു ക്ലാസ് എല്ലാം കഴിഞ്ഞു. എല്ലാ പിള്ളേരെയും കൂട്ടാനായിട്ട് അവരുടെ അച്ഛനമ്മമാർ വന്നു ഓരോരുത്തരെയായിട്ട് കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവരും ഇവിടുന്ന് പോയില്ല, 2-3 ദിവസം എടുത്താണ് എല്ലാവരും പോയി തീരുക. എന്തായാലും ഇതിനുശേഷം ഒരു സ്റ്റേജിലിരുന്ന് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന കാതറിനെ കാണിക്കുകയാണ്. ആ ഒരു പിയാനോ വായിക്കുന്ന കാതറിനെ കാണാൻ തന്നെ വളരെ ക്യൂട്ടാണ്. സത്യത്തിൽ ഇവിടെ ഒരുപാട് കൂട്ടുകാരൊന്നും കാതറിനില്ല. എന്നാൽ ഒരാൾ മാത്രം അവൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇവിടെ ഉണ്ട്. അയാളെ നോക്കി കാതറിൻ ഒന്ന് ചിരിക്കുകയാണ്. വീണ്ടും 1-2 ദിവസം കഴിയാണ്. ഇപ്പൊ ഫാദറിന്റെ ഓഫീസിലേക്ക് കാതറിനെയും അതുപോലെ തന്നെ റോസിനെയും വിളിപ്പിക്കുകയാണ്. ഇപ്പൊ കാതറിനോട് ചോദിക്കുകയാണ്, അല്ല കാതറിനെ, നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കോള് കണക്ട് ആവുന്നില്ല. ഇനി വല്ല ഫ്ലൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബസ്സോ ട്രെയിനോ എന്തെങ്കിലുമൊക്കെ ഡിലേ ആയോ അല്ലെങ്കിൽ മിസ്സായോ? എന്താണ് സംഭവം? ഇപ്പൊ കാതറിൻ പറയണ, ഫാദർ എനിക്കും അറിയില്ല, ഞാനും അവരെ വിളിക്കാൻ കുറെ ശ്രമിച്ചായിരുന്നു. ശരി, ഓക്കെ. ഇപ്പൊ റോസ്, നിന്റെ മാതാപിതാക്കൾ അവരെന്താ വരാത്തത്? അവരെന്താ ഡിലേ ആവുന്നത്? ഇപ്പൊ റോസ് പറയണ, അത് പിന്നെ ഞാൻ അവരോട് വെള്ളിയാഴ്ച വരാനാ പറഞ്ഞത്. വെള്ളിയാഴ്ച ആരും ഇവിടെ ഉണ്ടാവില്ല, എല്ലാവർക്കും ഇവിടുന്ന് പോണ്ടേ? നീ എന്തിനാ ഡേറ്റ് അത്ര നീട്ടി പറഞ്ഞത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതുവരെ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നിർത്താനും പറ്റില്ല, എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാനും പറ്റില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ആ 2 കന്യാസ്ത്രീകളുണ്ടല്ലോ അവരിവിടെ നിൽക്കട്ടെ. പകല് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. രാത്രിയാകുമ്പോൾ നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പിന്നെ കാതറിനെ അറിയാലോ, അവൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, ഇവിടെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ റോസെ നീ നോക്കണം എന്ന് പറയണം. കാരണം റോസ് ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റുഡന്റ് ആണേ. ഫാദർ പറഞ്ഞതല്ലേ. എന്തായാലും റോസ് അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് അവരവിടുന്ന് പോയി. അപ്പൊ തന്നെ കാതറിൻ പോയിട്ട് അവളുടെ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ വരാൻ ഇത്ര വൈകുന്നത്? പ്ലീസ് ഒന്ന്
വേഗം വാ, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. മാത്രമല്ല റോസിന്റെ റൂമിലാണ് കാതറിൻ ഇനി നിൽക്കാൻ പോകുന്നത്. അറിയാലോ കാതറിന്റെ ഒരു സ്വഭാവം, എല്ലാത്തിനോടും ഒരു പേടിയാണ്. റോസിനാണെങ്കിലോ എല്ലാത്തിനോടും ഒരു പുച്ഛവും ഒരു അഹങ്കാരം, ഇതൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ രാത്രിയായി. ഇവിടെ ഇപ്പൊ റോസും അതുപോലെ തന്നെ കാതറിൻ മാത്രമേ ഉള്ളൂ. റോസ് എങ്ങോട്ടോ പോകാനായിട്ട് നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാതറിൻ ചോദിക്കുന്നുണ്ട്, റോസെ നീ എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? ചെറിയൊരു ദേഷ്യത്തോട് കൂടിയിട്ട് റോസ് ഇപ്പൊ കാതറിനെ നോക്കിയിട്ട് പറയാണ്, അല്ല എനിക്ക് എവിടെയും പോണ്ടേ? അല്ല ഞാൻ എവിടെയും പോകുന്നുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് വേണോ പോവാന്? അനാവശ്യമായ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ റൂം എന്റേതാണ്. ഇവിടെയുള്ള സാധനങ്ങളിൽ അനാവശ്യമായിട്ട് തൊടാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് കാതറിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് കേട്ടപ്പോ കാതറിൻ ഒന്ന് തലയാട്ടുകയാണ്. മാത്രമല്ല അവളുടെ മുഖത്ത് ആ ഒരു ഭയം കണ്ട് റോസ് ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. ഇവളൊന്ന് പേടിപ്പിച്ചാലേ ഒരു കള്ളക്കഥ അങ്ങ് തട്ടി വിട്ടേക്കാം. കാതറിൻ, ഞാൻ എന്തായാലും ഇപ്പൊ പോവുകയാണ്, നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം ഒരു 3 വർഷം മുന്നേ ദുരൂഹമായ സാഹചര്യത്തിൽ ഇവിടെ വെച്ചൊരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അവളുടെ ആത്മാവ് ഇവിടെ എങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നീ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ചിലരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെ നോക്കാനായിട്ട് ആ 2 കന്യാസ്ത്രീകളെ ഇവിടെ നിർത്തിയിട്ടില്ലേ, അവരുടെ ദേഹത്താണ് ആ ആത്മാവ് കയറിയിട്ടുള്ളതെന്നാ. അവർ വെച്ചിരിക്കുന്ന ഒരു മുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും വിക്കാണ്. ശരിക്കും അവർ ആത്മാക്കളാണെന്ന് പറയണം. ഈ കഥയും പറഞ്ഞ് കാതറിനെ പേടിപ്പിച്ച് റോസ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇവിടുന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ കാതറിൻ നന്നായിട്ട് പേടിച്ചു നിൽക്കുകയാണ്. അത്രയും വലിയ ആ ഒരു സ്കൂള്, അവിടെയാണ് അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഈ ഒരു സീനെത്തിയപ്പോൾ എനിക്കൊരു പഴയ കാര്യം ഓർമ്മ വന്നു. അതായത് ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ബിഫാമാണ്. അതൊരു തമിഴ്നാട്ടിലെ കോളേജിലാണ്. ഇടയ്ക്ക് ലീവ് ഉണ്ടാവുന്ന സമയത്ത് കൂടെയുള്ളവരെല്ലാവരും പോകും. പക്ഷേ വയനാട്ടിലേക്ക് ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരു ദിവസം ആ ഹോസ്റ്റലിൽ വെറും 3 പേര് മാത്രമായി. ഒരുപാട് റൂമുകളുള്ള ഹോസ്റ്റലാണ്. അതിന്റെ മുകളിലെ നിലയിൽ ഒരു 2 പേര് ഒരു റൂമിൽ കിടക്കുന്നുണ്ട്. താഴത്തെ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കും. പരീക്ഷ നടക്കുന്ന സമയം കൂടി ആയിരുന്നു. അതുകൊണ്ട് പഠനമെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ശബ്ദം പോലെ എന്റെ ഹോസ്റ്റൽ റൂമിന്റെ വാതിൽക്കൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ. ഭയങ്കര തടിയുള്ള ഭീകരമായ വയറുള്ള ഒരു വല്ലാത്ത രൂപം. അതവിടെ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ണു തുറന്ന് നോക്കാണ്. എന്നെ കൊണ്ടൊന്നും അനങ്ങാൻ വരെ കഴിയുന്നില്ല. പേടിച്ച് ഉറക്കനെ കരയാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പേടിച്ച് അവസാനം ഞാൻ തളർന്നുറങ്ങിപ്പോവാണ്. പിറ്റേന്ന് ഇതെന്താ സംഭവിച്ചത് എന്ന് ഞാൻ പഠിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇന്നലെ രാത്രി, അതായത് ആ രാത്രിയിൽ എനിക്ക് സംഭവിച്ചത് ഒരു സ്ലീപ്പ് പാരലൈസിസ് ആയിരുന്നു എന്ന്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സ്ലീപ്പ് പാരലൈസിസ്. ഇതെന്താ സംഭവം എന്നറിയോ? അതായത് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരീരം ഉണരും, പക്ഷെ ബ്രെയിൻ ഉറങ്ങുമായിരിക്കും. പല കാര്യങ്ങളും നമ്മുടെ അടുത്തുണ്ടെന്ന് നമുക്ക് തോന്നും, പേടിക്കും, അനങ്ങണം തോന്നും, നമുക്ക് അനങ്ങാൻ കഴിയില്ല, ഒരു വിരല് പോലും അലക്കാൻ കഴിയില്ല. ശരിക്കും അന്ന് രാത്രിയിൽ എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. പക്ഷെ സ്ലീപ്പ് പാരലൈസിസ് അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ലൈഫിൽ ആ സാധനം വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല കേട്ടോ. പ്രേതവും ഭൂതവും ആത്മാവൊന്നുമല്ല, ഇതൊക്കെ നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് നമ്മുടെ കാതറിൻ ഇപ്പൊ ആ ഒരു ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാണ്, അവിടെ ആരുമില്ല. എന്നാൽ ഈ സമയത്ത് കാതറിൻ അവിടെ ഉണ്ടായിരുന്ന റോസിന്റെ ചീർപ്പുണ്ടല്ലോ അതെടുത്ത് അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ടെലിഫോൺ റിംഗ് ആവുന്നത്. അപ്പൊ ആ ഒരു ഫോൺ എടുക്കാനായിട്ട് കാതറിൻ പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ പേര് ജുവാൻ എന്നാണ്. ജുവാൻ ബാത്റൂമിൽ പോയിട്ട് അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഒരു ബാഡ്ജ് കെട്ടിത്തരില്ലേ, അതെല്ലാം വലിച്ച് പൊട്ടിച്ച് കളയാണ്. ഇതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിൽ ഒരു നമ്പർ അടിച്ച് ഒരുപാട് തവണ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോള് കണക്ട് ആവുന്നില്ല. എന്തായാലും ഇതിനുശേഷം പുറത്തുണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്ക് അവൾ വരുന്നുണ്ട്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് പോർട്ട് സ്മിത്ത് എന്നാണ്. ഇവിടെ നിന്നും കുറച്ചു ദൂരം യാത്ര ചെയ്താലാണ് ബ്രംഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്കൂളിലേക്ക് എത്തുള്ളൂ. എന്നാൽ ഒരുപാട് ദൂരമൊന്നുമില്ല. എന്തായാലും ഇപ്പൊ ആ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിൽ ജുവാൻ അങ്ങനെ ആ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, നല്ല തണുപ്പുമാണ്. ഇപ്പൊ ഈ രാത്രിയിൽ വെയിറ്റിംഗ് ഷെഡിൽ ഒറ്റയ്ക്ക് അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ ജുവാന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ പേര് ബില്ലി എന്നാണ്. ബില്ലി ചോദിക്കുകയാണ്, മോളെ നീ എങ്ങോട്ടേക്ക് പോകുന്നത്? എന്തിനാണ് രാത്രി ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്നാൽ ജുവാൻ ഒന്നും മിണ്ടുന്നില്ല. തലയും താഴ്ത്തി അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു പ്രത്യേക സ്വഭാവക്കാരിയെ തോന്നുന്നു. എന്നാൽ ആ ബില്ല് എന്ന് പറഞ്ഞ ആള് വീണ്ടും അവളോട് സംസാരിക്കുകയാണ്. മോളെ പേടിക്കൊന്നും വേണ്ട, എവിടെയാ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടാക്കി തരാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മോക്ക് എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആക്കി തരാമെന്ന് പറയണം. അങ്ങനെ ഇപ്പോൾ ഈ ജുവാൻ എന്ന് പറഞ്ഞ പെൺകുട്ടി പറയണേ എനിക്ക് പോകേണ്ടത് ബ്രംഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്കൂളിന്റെ അടുത്തേക്കാണ്. അങ്ങോട്ടാണ് മോള് പോകുന്നത്? ആ വഴിക്ക് തന്നെയാണ് ഞങ്ങളും പോകുന്നത്, വേണമെങ്കിൽ കാറിൽ കയറിക്കുമെന്ന് പറയണം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്ന നമ്മുടെ റോസിനെ.
റോസിനെയാണ്. അങ്ങനെ ബോയ് ഫ്രണ്ടിനോട് ബൈ എല്ലാം പറഞ്ഞ് അവൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ്. എന്നാൽ തിരിച്ച് ഹോസ്റ്റൽ റൂമിലേക്ക് എത്തിയ സമയത്തും അവളുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. അതായത് നേരത്തെ അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ടെൻഷനാണ് അവളുടെ മുഖത്ത്. ചെറിയൊരു ക്ഷീണവും അവൾക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും കണ്ണാടിയിൽ നോക്കി അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ ചെന്ന് നോക്കുമ്പോൾ ഒരു വിൻഡാണ്. അതിലൂടെയാണ് ഈ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ വിൻഡ് കണക്ട് ആയിരിക്കുന്നത് ബേസ്മെന്റിലേക്കാണ്. ബേസ്മെന്റിലാണ് ബോയിലർ ടാങ്ക് ഉള്ളത്. അതായത് നല്ല തണുപ്പ് കാലല്ലേ, അപ്പൊ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അത്യാവശ്യം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സെറ്റപ്പ് ആണത്. അപ്പൊ അവള് നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് പോവാണ്. ബേസ്മെന്റിലെത്തി ആ ഒരു ബോയിലറിന്റെ അടുത്തേക്ക് അവൾ പോയപ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. ആ ഒരു അരണ്ട വെളിച്ചത്തിൽ ആ ബോയിലറിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് കാതറിൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തല ഉയർത്തി പിടിക്കുക, വളരെയധികം വേഗത്തിൽ താഴേക്ക് കൊണ്ടുപോകാം. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് എന്തൊക്കെയോ ചില മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉറക്കനെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് ശരിക്കും റോസ് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അധിക നേരമൊന്നും റോസിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ വേഗം റൂമിലേക്ക് തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ ഈ റോസ് കാതറിനെ പേടിപ്പിക്കാൻ നോക്കി, പിന്നീട് പേടിച്ചത് ഈ റോസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് കാതറിൻ അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് റോസിന് ഒട്ടും മനസ്സിലായില്ല. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ജുവാനിയാണ്. ജുവാൻ ഇപ്പോൾ നേരത്തെ അവൾക്ക് സഹായം ചെയ്യാന്ന് പറഞ്ഞ ബില്ലുണ്ടല്ലോ, ബില്ലിന്റെയും ഭാര്യയുടെയും കൂടെ അവരുടെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഉണ്ടായിരുന്ന ഒരു മോട്ടലിൽ ഇന്ന് രാത്രി നിൽക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ബില്ലും ബില്ലിന്റെ ഭാര്യയും ഒരു റൂം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജുവാൻ മറ്റൊരു റൂം എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ജുവാൻ അവളുടെ റൂമിലേക്ക് വന്നു. അവൾക്ക് എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ കേട്ടോ, എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവളുടെ മുഖത്തൊരു സന്തോഷമില്ല. ക്ഷീണം കൊണ്ട് ഒന്ന് മയങ്ങാൻ കിടന്ന സമയത്ത് വല്ലാത്ത ഓരോ ദുസ്വപ്നങ്ങൾ കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. എന്തായാലും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് പോയി കുളിക്കുകയാണ്. ഈ നേരത്താണ് ബില്ല് അങ്ങോട്ടേക്ക് വരുന്നത്. ബില്ല് വന്നിട്ട് ചോദിക്കുകയാണ്, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, സൗകര്യങ്ങളൊക്കെ ഇല്ലേ? ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇപ്പോൾ ബില്ലിനെ അവൾ വിളിക്കുന്നുണ്ട്. പിന്നീട് ബില്ല് റൂമിലേക്ക് കയറി വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരം ജുവാനെ തന്നെ അങ്ങനെ നോക്കി നിന്നിട്ട് ഈ ബില്ല് ഒരു കാര്യം പറയുന്നുണ്ട്. മോൾക്കറിയോ ഞാൻ എന്തുകൊണ്ടാണ് മോളെ സഹായിച്ചതെന്ന്? നിന്നെ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കണ്ടതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. അതുപോലെ ദൈവികമായിട്ടുള്ള എന്തോ ഒന്ന് നിന്റെ അരികിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു തോന്നല്. ഇതുകൊണ്ടൊക്കെയാണ് ഞാനും എന്റെ ഭാര്യയും കൂടെ നിന്നെ സഹായിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഭക്ഷണം വേണമെങ്കിൽ താഴെ വന്നാൽ മതി. അവിടുത്തെ റെസ്റ്റോറന്റിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. ഇതും പറഞ്ഞ് ബില്ല് താഴേക്ക് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു മോശം ക്യാരക്ടറുള്ള ആളൊന്നും അല്ല കേട്ടോ ഈ ബില്ല്. വളരെ മാന്യമായിട്ട് തന്നെയാണ് ജുവാനോട് അയാൾ പെരുമാറിയത്. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ആ സ്കൂളിലെ ഹോസ്റ്റലിൽ കാണിക്കുകയാണ്. അതായത് കാതറിന്റെ വ്യത്യസ്തമായ ഒരു പെരുമാറ്റം കണ്ട് ആകെ പേടിച്ചു പോയി റോസിബ റൂമിലേക്ക് വന്നല്ലോ. എന്നാൽ അതേ നേരം തന്നെ കാതറിൻ റൂമിലേക്ക് വന്ന് ബാത്റൂമിലേക്ക് കയറുകയാണ്. റോസിന് ചോദിക്കുന്നുണ്ട്, കാതറിൻ നീ താഴെ എന്താക്കുകയായിരുന്നു? എന്നാൽ അങ്ങനെ ചോദിക്കാനും അവൾക്കൊരു ഭയം. കാരണം എന്തുകൊണ്ടാണ് കാതറിൻ അങ്ങനെ ചെയ്തത് എന്നൊന്നും റോസിന് അറിയില്ലല്ലോ. സോ ചോദിക്കണം എന്നിങ്ങനെ വരും, പക്ഷെ ചോദിക്കില്ല. എന്തായാലും അവസാനം ഒരു ഇച്ചിരി ധൈര്യമെല്ലാം സംഭരിച്ച് റോസ് ചോദിക്കുകയാണ്, കാതറിൻ നീ താഴേക്ക് എന്തിനാ പോയത്? ആ ബോയിലർ ഉണ്ടല്ലോ അതിന്റെ അടുത്ത് പോയിട്ട് നീ എന്ത് ചെയ്യായിരുന്നു? ഇതേ നേരം ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നും കാതറിന്റെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ബാത്റൂമിന്റെ പുറത്തേക്ക് വന്നു. ആ സമയത്ത് വീണ്ടും റോസ് ചോദിക്കുകയാണ്. എന്നാൽ അപ്പോഴും കാതറിൻ മറുപടി പറയുന്നില്ല. വളരെ ശാന്തമായിട്ട് തന്നെ അവൾ അവളുടെ കിടക്കയിൽ പോയി നല്ല സുഖമായിട്ട് കിടക്കുകയാണ്. കിടക്കുന്നതിന് മുന്നേ കാതറിൻ ഒരു കാര്യം റോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും നിന്നെ കൂട്ടാൻ വരുമോ? ഇല്ല അല്ലേ? അപ്പൊ നീ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണല്ലേ? എന്നാൽ ഇത് കേട്ട റോസ് പറയാണ്, ആര് പറഞ്ഞു എന്നെ കൂട്ടാൻ എന്റെ അച്ഛനും അമ്മയും വരില്ലെന്ന്? അവരെന്തായാലും വരും, ഞാൻ ഇവിടുന്ന് പോകും ചെയ്യുന്നു പറയണം. എന്നാൽ അത് നോക്കി കാതറിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഇതിനുശേഷം റോസിന് വല്ലാത്തൊരു പേടി മനസ്സിൽ കൊടുക്കുകയാണ്. എനിക്കതല്ല ചിരി വരുന്നത്. ഈ റോസ് കാതറിനെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം ഇവിടെ പേടിച്ച് തൂറുന്നത് റോസ് തന്നെയാണ്. എന്തായാലും കുറച്ചുകൂടെ സമയം കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം അർദ്ധരാത്രി ആയിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന കാതറിനെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ശരീരം ഒരു മടങ്ങലാണ്. അരിയുടെ ഭാഗത്തു നിന്നും കാലങ്ങനെ പൊന്തി പോയി അതങ്ങനെ മടങ്ങി നിൽക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ യോഗയെല്ലാം പഠിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു സാധാരണക്കാരൻ എന്തായാലും പറ്റില്ല. അതുപോലെയാണ് അവളുടെ കാലിപ്പ കിടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് ജുവാനിയാണ്. രാത്രി നന്നായിട്ട് വിശന്നപ്പോ ബിൽ പറഞ്ഞതുപോലെ തന്നെ അവൾ താഴേക്ക് വരികയാണ്. ജുവാനെ കണ്ടപാടിന് ബില്ല് പറയണ, ആ മോളെ വാ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാന്ന് പറയണം. അങ്ങനെ അവൾ ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഈ സമയത്ത് ബില്ല് പറയാണ്, മോളെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പോലെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചെന്നൊക്കെ. ആ ആള് മറ്റാരുമല്ല, എന്റെ സ്വന്തം മോള് തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ മോള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് ബിൽ ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ മകളുടെ ഫോട്ടോയും ബില്ല് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് ജുവാനും ഒരുപാട് വിഷമാവുകയാണ്. ഇപ്പൊ ജുവാൻ പറയാണ്, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വേഗം വരാൻ
പറയാന്ന് പറഞ്ഞിട്ട് അവള് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവള് കാണിക്കുന്ന എന്താണെന്നറിയോ? ഇച്ചിരി മുന്നേ ബില്ലിന്റെ മുന്നിൽ വെച്ച് വിഷമം അഭിനയിച്ച ഈ പെണ്ണ് ഇപ്പൊ അവിടെ കിടന്ന് വായ പൊത്തി ചിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പെണ്ണിന് കാര്യമായിട്ട് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. ഇവൾ ആദ്യം കാണിക്കുന്ന സമയത്ത് ഒരു കാര്യം ജുവാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒരു ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ കെട്ടിത്തരുന്ന ബാഡ്ജ് അവള് വലിച്ചു പൊട്ടിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ അവളൊരു ഭ്രാന്താശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് കഴിയുന്ന ആളായിരുന്നു. എന്തായാലും വായ ബുദ്ധി അവളുടെ ആ ഒരു ചിരിയെല്ലാം അടങ്ങിയതിനു ശേഷം അവള് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാണ്. ഇതേ നേരം തന്നെ ബില്ല് ഒരു പോലീസുകാരനോട് സംസാരിക്കുന്നത് ജുവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവൾ അങ്ങോട്ടേക്ക് പോയില്ല. എന്തായാലും പോലീസിനെ കണ്ടപ്പോൾ ഒന്ന് പരിങ്ങി കളിക്കുന്നുണ്ട്. എന്തായാലും പോലീസുകാരൻ പോയി കഴിഞ്ഞപ്പോഴാണ് ബില്ലിന്റെ അടുത്തേക്ക് അവള് വരുന്നത്. ഇപ്പൊ ബില്ല് ജുവാനോട് പറയണത്, മോളെ എന്തായാലും ഇന്ന് രാത്രി നമുക്ക് പോകുന്നേ വേണം. കാരണം ശക്തമായ ഒരു കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇനിയും കാത്തിരുന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. എന്തായാലും വേഗം റെഡി ആയിക്കോ, നമുക്ക് ഇപ്പൊ തന്നെ പോകാന്ന് പറയണം. ഇവരെല്ലാവരും പോകുന്നത് ആ ഒരു സ്കൂളുണ്ടല്ലോ, ബ്രംഫോർഡ്, ആ ഭാഗത്തേക്കാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സ്കൂളിൽ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്ന റോസിനെയും ക്യാദറിനെയും കാണിക്കുകയാണ്. നേരം വെളുത്തിട്ടുണ്ട്. രാവിലെ തന്നെ റോസ് എഴുന്നേൽക്കാണ്. റോസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ക്യാദറിന് ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് അവരുടെ റൂമിലുള്ള ഫോണൊന്നുമല്ല. കോമൺ ആയിട്ട് ഹോസ്റ്റലിൽ ഒരു ഫോൺ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഫോൺ വഴിയാണ് ക്യാദറിൻ ആരോട് സംസാരിക്കുന്നത്. എന്നാൽ ആരും ഈ ഫോണിലേക്ക് അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അതുപോലെ ഈ ഫോൺ ആരും അങ്ങനെ ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ തോന്നിയ റോസ് ക്യാദറിനോട് ചോദിക്കുകയാണ്, അല്ല ആരും നിന്നെ വിളിച്ചത്? ഇപ്പൊ ക്യാദറിൻ പറയാണ്, അത് നമ്മുടെ ഫാദറാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാനാണ് ഫാദർ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ക്യാദറിൻ പറഞ്ഞ ആ ഒരു കാര്യം റോസിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറക്കുന്നുണ്ട്. ഇന്നലെ ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുമുണ്ട്. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ നോക്കാൻ ഏൽപ്പിച്ച ആ 2 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവർ 4 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പൊ അതിനു മുന്നേ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ കന്യാസ്ത്രീകൾ പറയുന്നുണ്ട്. കേട്ടപാടിന് റോസ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ക്യാദറിൻ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു കന്യാസ്ത്രീകൾ ചോദിക്കുകയാണ്, അല്ല മോളെ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു മര്യാദയില്ലേ, ഒരു മാന്യതയില്ലേ പ്രാർത്ഥിക്കണമെന്നത്? നിനക്ക് അതാരും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മര്യാദക്ക് പ്രാർത്ഥിക്കുന്നു പറയണം. എന്നാൽ ഈ കന്യാസ്ത്രീകളെ നോക്കിയിട്ട് അവൾ വല്ലാത്തൊരു ചിരിച്ചിരിക്കുകയാണ്. അവർക്കത് കണ്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും നമ്മുടെ ക്യാദറിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ക്യാദറിൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല അവൾ ഭയങ്കരമായിട്ട് അവശയായി പോകുന്നുണ്ട്. വേഗം തന്നെ ഈ 2 കന്യാസ്ത്രീകളും വന്നിട്ട് ക്യാദറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. എന്തായാലും അവളുടെ മുഖം കണ്ടാൽ അറിയാം വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പത്തിന് ഫോൺ എടുക്കാനായിട്ട് ആ 2 കന്യാസ്ത്രീകളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവരെന്തൊക്കെയോ ആരോടോ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യാദറിൻ റോസിനോട് പറയണം, ആ വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഫാദറാണ്. ഫാദറും വേറൊരാളും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ അവരിപ്പോ പറയും, നീ നോക്കിക്കോ എന്ന് പറയണം. അങ്ങനെ ക്യാദറിൻ പറഞ്ഞതുപോലെ തന്നെ ആ 2 കന്യാസ്ത്രീകൾ വന്നിട്ട് പറയണം, നമുക്ക് എന്തായാലും ഒരു പണിയുണ്ട്, ഫാദർ വരുന്നതിന് മുന്നേ ഇവിടുത്തെ റോഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അങ്ങനെ ഇവർ ആ ഒരു ജോലി ചെയ്ത് തീർക്കുകയാണ്. എന്തായാലും അതിനുശേഷം റോസ് വല്ലാതെ ടയർഡായി പോകുന്നു. ക്ഷീണം കാരണം ഇപ്പൊ റോസ് അവളുടെ റൂമിൽ പോയിട്ട് വിശ്രമിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫാദറിന്റെ കൂടെ ഒരു പോലീസുകാരനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്തോ ഒരു കാര്യം അറിഞ്ഞിട്ടാ തോന്നുന്നു ഫാദർ ഇങ്ങോട്ടേക്ക് വന്നത്. അയാളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഹോസ്റ്റലിലേക്ക് വന്ന് അവിടുത്തെ ആ ഒരു വാതിൽ തുറന്നു നോക്കിയ ഈ പോലീസുകാരനും ഫാദറും ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട്. അവരെന്ത് കണ്ടാണ് ഞെട്ടിയത്? അത് അറിയുന്നതിന് മുന്നേ ശരിക്കും ക്യാദറിന് എന്താണ് സംഭവിച്ചത്? അവൾ ആരാണ്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ? സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ആ ഒരു രാത്രി ഒറ്റയ്ക്ക് ക്യാദറിൻ ഇവിടെ ആയിപ്പോയ ആ ഒരു രാത്രി, അപ്പോഴാണല്ലോ അവൾക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാദറിൻ അവൾ പണ്ട് മുതലേ ഒരു വ്യത്യസ്തമായ സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ്. ആരോടും അധികം സംസാരിക്കാറില്ല. ഒരുപാട് പേരോട് കൂട്ടുകൂടുന്നത് അവൾക്ക് വലിയ ഇഷ്ടമല്ല. അവളുടെ ലോകം എന്ന് പറയുന്നത് അവളുടെ അച്ഛനും അമ്മയാണ്. അവർ 2 പേരും കഴിഞ്ഞ് ഈ ലോകത്തിൽ അവൾക്ക് മറ്റാരും ഉള്ളൂ എന്നല്ല, അവർ മാത്രമായിരുന്നു അവളുടെ ലോകം. എന്നാൽ സത്യത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരണപ്പെട്ടുപോയി. ഈ വിവരം ഈ സ്കൂളിലൊന്നും മറ്റാരും അറിഞ്ഞിട്ടില്ല. അവൾക്ക് ആ ഒരു കാര്യം നന്നായിട്ട് അറിയാം. ആ ഷോക്ക് അവളെ നന്നായിട്ട് ബാധിച്ചു. ഏകാന്തതയിലായിപ്പോയി. അച്ഛനും അമ്മയും ഈ ലോകത്തിൽ നിന്നില്ലാന്ന് അവൾക്ക് മനസ്സിലായി. എന്നാലും എന്തെങ്കിലും ഒരിക്കൽ അവർ വരൂ എന്നൊരു പ്രതീക്ഷയിൽ ചുമ്മാ ക്യാദറിൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് അവളുടെ അരികിലേക്ക് അവളുടെ ഈ ഏകാന്തത കാരണം ഒരാൾ വരുന്നത്. ആ വന്നത് ഒരു നിഴലായിരുന്നു. വ്യക്തമായിട്ട് ആ നിഴൽ രൂപത്തെ കാണിക്കുന്നില്ല. കൊമ്പാണോ ചെവിയാണോ എന്തോ 2 സാധനം മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതൊരു മനുഷ്യനല്ല, ഇരുണ്ട ഏതോ ഒരു ശക്തി. വേണമെങ്കിൽ അതിനെ സാത്താനോ പിശാചെന്നോ അല്ലെങ്കിൽ ഒരു അൺനോൺ എൻറ്റിറ്റിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അവളുടെ ഈ ഏകാന്തത കണ്ട് ആ ഇരുണ്ട ശക്തി വന്ന്
അവളോട് കൂട്ടുകൂടാൻ തുടങ്ങി. അവൾക്കും ആ ഒരു കൂട്ട് ഇഷ്ടമാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴായിട്ട് ഈ കാതറിൻ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, മറുഭാഗത്ത് അവളുടെ അച്ഛനും അമ്മയും ആയിരുന്നില്ല, പകരം ആ ഇരുണ്ട ശക്തിയായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അവളോട് ആ ഇരുണ്ട ശക്തി കൂടുതലായിട്ട് അടുത്ത് വരികയാണ്. വേണമെങ്കിൽ അതിനൊരു സാത്താന്ന് വേണമെങ്കിൽ പറയാട്ടോ. നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ? സിനിമയുടെ ആരംഭത്തിൽ ഫാദർ കാതറിനെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ റൂമിന്റെ കോർണറിലേക്ക് നോക്കിയിട്ട് അവൾ ചിരിച്ചായിരുന്നല്ലോ. ഫാദർ എന്തിനാ ചിരിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ ചുമ്മാ ഒരു നുണയങ്ങോട്ട് തട്ടിവിട്ടു. എന്നാൽ സത്യത്തിൽ ആ റൂമിന്റെ കോണിലായിട്ട് ആ നിഴൽ രൂപം, ആ ഇരുണ്ട ശക്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ നോക്കിയായിരുന്നു അവൾ ചിരിച്ചത്. അതുപോലെ തന്നെ പിയാനോ വായിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവൾ ഒരാളെ നോക്കിയെന്നും പറയുന്നില്ലേ, അതും ആ ഇരുണ്ട ശക്തി തന്നെയാണ്, സാത്താൻ തന്നെ. അതായത് അവൾക്കുണ്ടായിരുന്ന ഏക കൂട്ട് ഈ സാത്താനാണ്. സത്യത്തിൽ ഈ സാത്താൻ, ഈ പിശാചുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് അവൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവളുടെ ഏകാന്തത അതിലൂടെ അവൾ മറക്കുന്നുണ്ടായിരുന്നു, അത് അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാത്താൻ പറയാണ്, ഇങ്ങോട്ടേക്ക് കുറെ പേര് വരുന്നുണ്ട്, അതിനു മുന്നേ ഇവിടെയുള്ള എല്ലാവരും നീ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. അങ്ങനെ സാത്താന്റെ ആ ഒരു നിർദ്ദേശപ്രകാരം കാതറിൻ ആദ്യം ചെന്നത് അവരെ നോക്കാൻ ഏൽപ്പിച്ച ആ 2 കന്യാസ്ത്രീകളുണ്ടല്ലോ അവരുടെ മുറിയിലേക്കാണ്. ഒരു തലയാണി എടുത്ത് അങ്ങോട്ടേക്ക് പോയി ഒരു കത്തി ഉപയോഗിച്ച് അവരെ പൊത്തിപ്പിടിച്ച് അവരുടെ ദേഹത്തേക്ക് ആ കത്തി പല തവണ കുത്തിയിറക്കി അവർ രണ്ടുപേരെയും മൃഗീയമായിട്ട് കൊന്നുകളയാണ്. ഇതവർക്ക് സാത്താൻ, ആ പിശാച് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആയിരുന്നു. കാതറിനോട് നിർബന്ധിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞില്ലേ, ചിലപ്പോ അതിന്റെ ആ ഒരു ദേഷ്യത്തിലായിരിക്കണം. എന്നാൽ ഇതൊന്നും അറിയാതെ റോസ് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ടെസ്റ്റിൽ അവൾ വിചാരിച്ചതുപോലെ പോസിറ്റീവ് ആയിരുന്നില്ല, നെഗറ്റീവ് ആയിരുന്നു. പേടിച്ചതുപോലെ ഒന്നുമില്ല എന്ന് മനസ്സിലായി. അതായത് അവൾ ഗർഭിണിയല്ല. അവളിപ്പോ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ടെൻഷനൊക്കെ മാറിയല്ലോ. ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ മൃഗീയമായി മരണപ്പെട്ട് കിടക്കുന്ന ആ 2 കന്യാസ്ത്രീകളെ കാണുകയാണ്. അത് കണ്ട് റോസ് ആകെ പേടിച്ച് നിൽക്കുമ്പോൾ അവളുടെ വയറ്റിലേക്ക് ഒരു കത്തി വെച്ച് കാതറിൻ ഒരൊറ്റ കുത്തുകുത്തുന്നുണ്ട്. അപ്പൊ തന്നെ നിലത്ത് വീണുപോയ റോസിന്റെ ആ ഒരു മുടിക്കുത്ത് പിടിച്ച് കാതറിൻ തൂക്കിയെടുക്കുകയാണ്. മാത്രമല്ല റോസിന്റെ കഴുത്ത് പിന്നീട് അറുത്തു മുറിച്ചെടുക്കുന്നുണ്ട്. അവളുടെ മാത്രമല്ല ആ 2 കന്യാസ്ത്രീകളുടെ തലയും. ഇതായിരുന്നു കുറച്ചു നേരം മുന്നേ ഇവിടെ സംഭവിച്ചത്. ഇനി പ്രസന്റ് ടൈമിലേക്ക് വരാം. അതായത് ഫാദറും ആ ഒരു പോലീസുകാരനും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയപ്പോൾ എന്തോന്ന് കണ്ട് ഞെട്ടിന്ന് പറഞ്ഞില്ലേ, രക്തത്തിൽ കുളിച്ചെടുക്കുന്ന മൃതദേഹങ്ങൾ, അതിന് തലയില്ല, അവിടെ ആകെ രക്തം. അവർ ഫുള്ള് അവിടെ നോക്കി, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പിന്നീട് പോലീസുകാരനും ഫാദറും കൂടെ ചില സംശയങ്ങൾ തോന്നിയിട്ട് ഈ ഹോസ്റ്റലിന്റെ ബേസ്മെന്റിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആ ഒരു ബോയിലർ ഉണ്ടല്ലോ, അതിന്റെ അരികിൽ ഈ കൊല്ലപ്പെട്ട 3 ആൾക്കാരുടെ തലയുണ്ട്. ആ തലയുടെ അരികിലായിട്ട് യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന കാതറിനെയും കാണിക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. എന്തായാലും ഇത് കണ്ട സമയത്ത് ആ ഒരു പോലീസുകാരൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഒരു സാധാരണമായ സിറ്റുവേഷൻ അല്ല ഇത്. അയാൾ ഭയത്തില് ഗണ്ണെടുത്ത് കാതറിനെ നേരെ ചൂണ്ടിയിട്ട് പറയണ, മര്യാദക്ക് കൈ പൊന്തിച്ചു വന്ന്. കാതറിൻ പതിയെ തന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ കൈകൾ ഉയർത്തുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഹെയിൽ സാത്താൻ, സാത്താൻ വിജയിക്കട്ടെ. അവൾ അത് പറഞ്ഞതും പോലീസുകാരൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ സീൻ കട്ടാവുകയാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതേ നേരം തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ജുവാനും, അതുപോലെ തന്നെ ജുവാന്റെ കൂടെ ബില്ലും ബില്ലിന്റെ ഭാര്യയും. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാന്നറിയില്ല ഈ ബില്ലും ഇയാളുടെ ഭാര്യയും തമ്മിൽ ഒരു ആവശ്യമില്ലാതെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയാണ്. പിന്നീട് അത് വഴക്കിലേക്ക് പോകുന്നുണ്ട്. അതായത് ബില്ലിന്റെ ഭാര്യ പറയുന്നത്, നിങ്ങളാണ് നമ്മുടെ മോളെ ഈ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയത്. അതായത് ഇവരുടെ മോളുണ്ടല്ലോ, മരിച്ചുപോയി എന്ന് പറയുന്ന ആ ഒരു മോള്, ആ മോള് പഠിച്ചതും ഇതേ ബ്രംഫോർഡ് സ്കൂളിൽ തന്നെയായിരുന്നു. ഇപ്പൊ ബില്ലിന്റെ ഭാര്യ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ബിസിനസ് പണം എന്ന് പറഞ്ഞു നടന്ന് അവസാനം നമ്മുടെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് ഇവിടെ വെച്ചല്ലേ നമ്മുടെ മോള് മരിച്ചത്. അപ്പൊ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാടാ, നിങ്ങൾ തന്നെയാ എന്റെ മോളെ കൊന്നത്. ഇപ്പൊ ബില്ല് പറയണ, നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ മോക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആക്കിയത്. ബില്ലും തിരിച്ച് നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ഭാര്യ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതായത് മകൾ നഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയാ വിഷമം കാരണം ഏകദേശം ആ ഒരു സ്ഥലത്തേക്ക് എത്താനായപ്പോൾ അവരുടെ ആ ഒരു മാനസിക നില ആകെ തെറ്റി, മകളുടെ ഓർമ്മകൾ വന്നു, ആകെ ഒരുമാതിരി പ്രാന്തായതാണ് ബില്ലിന്റെ ഭാര്യയ്ക്ക്. അപ്പൊ ഇവരുടെ ഈ ഒരു വഴക്കെല്ലാം കേട്ട് ഈ ജുവാൻ പറയാണ്, ഒന്ന് വണ്ടി നിർത്താൻ പറ്റുമോ? ഇപ്പൊ ബില്ല് പറഞ്ഞു, എന്തായാലും ഇവിടെ നിർത്താൻ പറ്റില്ല, കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് അവിടെ നിർത്താന്ന് പറയണം. എന്നാൽ വീണ്ടും ജുവാൻ നിർത്താൻ പറഞ്ഞപ്പോൾ ബില്ലിന്റെ ഭാര്യ തന്നെ ചൂടാവുകയാണ്. നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിർത്താൻ പറ്റില്ല, കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ ഇറക്കി തരാന്ന്. എന്തായാലും ഇപ്പൊ ഒരു ജുവാന്റെ നിർബന്ധ പ്രകാരം ഇവര് കാർ ഇപ്പൊ അവിടെ സൈഡാക്കുകയാണ്. എന്നാൽ കാർ സൈഡാക്കിയപാട് തന്നെ സംഭവിക്കുന്നത് ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു കൂർത്ത കത്തിയെടുത്ത ജുവാൻ അപ്പൊ തന്നെ ബില്ലിന്റെ ഭാര്യയെ കുത്തി കൊന്നുകളയാണ്. അതുപോലെ തന്നെ ഈ ബില്ലിന്റെ കഴുത്തറുത്ത് അയാളെയും കൊന്നു കളയുന്നുണ്ട്. മുഖത്ത് രക്തം തെറിച്ചിട്ടും ഇതൊന്നും കണ്ട് അവൾക്ക് യാതൊരു ഭയമോ പേടിയോ ഒന്നും തോന്നില്ല. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഈ കാര്യത്തിൽ ഉള്ളതുപോലെ. എന്തായാലും മുഖത്തായ രക്തവും കാര്യങ്ങളൊക്കെ അവൾ
തുടച്ചു കളയുന്നുണ്ട്. പിന്നീട് വേറെ എന്തൊക്കെയോ ചില സാധനങ്ങളും എടുക്കുന്നുണ്ട്. എന്താണ് ഈ ജുവാൻ ശരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ വീണ്ടും കാദറിനെ കാണിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു പോലീസുകാരൻ കാദറിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം എങ്ങനെയൊക്കെയോ ഗൺ പോയിന്റിൽ വെച്ച് അവളെ പിടിച്ചു. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നിലവിൽ കാദറിനെ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലാണ്. അവളെ കാണാനായിട്ട് ഫാദർ വന്നിട്ടുണ്ട്. എന്നാൽ അവളെ വെറുതെ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു കട്ടിലിൽ കിടത്തിയിരിക്കുകയല്ല, പകരം ആ കട്ടില് അവളുടെ കൈയും കാലും എല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഫാദർ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഫാദറെ എന്റെ കയ്യിൽ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. ആ മോളെ, ഞാൻ എന്തായാലും അധികം വൈകാതെ അത് നിനക്ക് അഴിച്ചു തരും. പക്ഷെ അതിനു മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബൈബിൾ, അതുപോലെ തന്നെ ഒരു ചെറിയ ബോട്ടിൽ ഹോളി വാട്ടർ, ഇതെല്ലാം അവിടെ വെക്കുകയാണ്. ഇതിനുശേഷം അവളോട് പറയുന്നുണ്ട്, മോളെ, നിന്റെ ദേഹത്ത് അനാവശ്യമായ ഒരു ശക്തി കയറി കുടിയിരിക്കുന്നുണ്ട്, നമുക്കതിനെ ഒന്ന് ഒഴിവാക്കണ്ടേ. എന്നാൽ ഇത് കേട്ട് ജുവാൻ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവൾക്ക് അതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫാദർ വേഗം തന്നെ എക്സോസിസം ആരംഭിക്കുകയാണ്. ആ ഹോളി വാട്ടറും ചില മന്ത്രവാദങ്ങളും ഇതെല്ലാം ചൊല്ലി അവളുടെ ഉള്ളിൽ ആ ഒരു ശക്തിയെ, പൈശാചിക ശക്തിയെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ആ നേരം അവളുടെ ശരീരം വല്ലാതെ വളഞ്ഞുപോയി മുകളിലേക്ക് അങ്ങനെ പൊന്തി വരികയാണ്. പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഫാദർ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു എക്സോസിസം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട്, സങ്കടത്തോട് കൂടിയിട്ട് ജുവാൻ ആ ജനലിനരികിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉള്ളിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു പൈശാചികമായ ശക്തി ഉണ്ടല്ലോ, അത് അവളെ വിട്ടു പോവുകയാണ്. അത് ആ ജനലിന്റെ അരികിൽ നിൽക്കുന്നത് അവളങ്ങനെ നേരിട്ട് കാണുകയാണ്. ആ ശക്തി ഇവിടം വിട്ട് പോവാന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കെഞ്ചിക്കൊണ്ട് കാതറിൻ അതിനോട് പറയാണ്, ദയവ് ചെയ്ത് പോകരുത്, എന്റെ കൂടെ നിൽക്കുക, എന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കരച്ചിലൊന്നും കേൾക്കാതെ ആ ശക്തി ഇവിടുന്ന് പോവുകയാണ്. ഇത് അവളെ കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഉറക്കനെ അവൾ കിടന്ന് അലറാൻ തുടങ്ങുകയാണ്. ഭ്രാന്തിയെ പോലെ ആയ അവളെ പിന്നീട് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാണ്. ഇതേ നേരം തന്നെ ജുവാനെ കാണിക്കുകയാണ്. അവളുടെ കയ്യിൽ ഇപ്പൊ ഒരു വലിയ ബാഗ് ഉണ്ട്, നല്ല കനുണ്ട് അതിന്. ഇപ്പൊ ആ ഒരു ബാഗും തൂക്കി പിടിച്ച് അവളിപ്പോ നേരെ ആ ഒരു സ്കൂളിലേക്ക് വരികയാണ്. അതായത് ബ്രംസ്ഫോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാതറിനും റോസും ഇവരെല്ലാം പഠിച്ചിരുന്ന ആ സ്കൂളിലേക്ക് വരികയാണ്. എന്നാൽ ഇവിടെ നടന്ന കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് ജുവാൻ അറിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ആ ഒരു ബാഗുമായിട്ട് അവൾ സ്കൂളിലേക്ക് വന്നു. അതിലൂടെ കുറച്ചു നേരം നടക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ, അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെ ആ ഒരു ബോയിലറും ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവൾ അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറെ കാലമായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. അവൾ പിന്നീട് അത് ഓണാക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു ബാഗ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലുണ്ടായിരുന്നത് അവൾ കുറച്ചു നേരം മുന്നേ കൊന്നുകളഞ്ഞ ബില്ലിന്റെയും അയാളുടെ ഭാര്യയുടെയും തലയായിരുന്നു. ആ രണ്ട് തലയും അവിടെ വെച്ച് ചില കർമ്മങ്ങളൊക്കെ അവൾ ചെയ്യാൻ ആരംഭിക്കുകയാണ്. കുറെ നേരം ജുവാൻ ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവൾ വിചാരിച്ചതുപോലെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ആ സങ്കടം കാരണം പുറത്തേക്ക് വന്ന് അവൾ കരയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ വെച്ചാണ് കഥയുടെ ആ ഒരു പ്രധാന ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ നേരത്തെ കണ്ട കാതറിനും അതുപോലെ തന്നെ ഈ ജുവാനും രണ്ടുപേരും ഒരാൾ തന്നെയാണ്. ജുവാൻ എന്നത് അവളുടെ കള്ളപ്പേരാണ്. അവളുടെ ശരിക്കുള്ള പേര് കാതറിൻ എന്ന് തന്നെയാണ്. അതായത് കാതറിനെയും റോസിനെയും കാണിച്ച ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതിപ്പോ നടന്നതല്ല, 9 വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്. ആ കൊലപാതകം ഇവിടെ വെച്ച് നടന്നതിൽ പിന്നെ ഈ സ്ഥലം പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. മാത്രമല്ല അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാതറിൻ, അവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു പൈശാചിക ശക്തി പോയതിൽ പിന്നെ അത് നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു വേദനയിൽ ഒരു ഭ്രാന്തിയെ പോലെ അവൾ പെരുമാറാൻ തുടങ്ങി. സോ അവളെ ഒരു ഭ്രാന്താശുപത്രിയിലാക്കി. കഴിഞ്ഞ 9 വർഷത്തോളം അവൾ ചികിത്സയിലായിരുന്നു. മാത്രമല്ല ഏകാന്തമായ ആ ഒരു ജീവിതം അവളെ വല്ലാതെ മടുപ്പിച്ചു കളഞ്ഞു. ആ പിശാചിന്റെ കൂട്ട് അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ട് ഇനിയും വേണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം കാതറിൻ ആ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടുകയാണ്. അതാണ് ആദ്യമേ ജുവാനെ കാണിച്ച സമയത്ത് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു ബാൻഡേജ് അത് വലിച്ച് പൊട്ടിക്കുന്നത് കാണിച്ചത്. മാത്രമല്ല പിന്നീട് ഒരു കള്ളപ്പേരിൽ, അതായത് ജുവാൻ എന്ന കള്ളപ്പേരിൽ അവൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാനും തുടങ്ങി. ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് ബിൽ എന്നൊരാളെ കാണുന്നതും അയാളുടെ കൂടെ ഈ സ്കൂളിലേക്ക് അവൾ വന്നതും. അതുപോലെ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ബില്ല് ജുവാൻ എന്ന ഒരു പെൺകുട്ടിയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, നിന്നെ കണ്ടപ്പോൾ എന്റെ മോളെ കണ്ടതുപോലെ തന്നെ എനിക്ക് തോന്നി, അതുപോലെ ദൈവികമായിട്ടുള്ള ഒരു ശക്തിയും നിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ദൈവിക ശക്തിയല്ല, പൈശാചിക ശക്തിയായിരുന്നു അത്. അതുപോലെ തന്നെ ഈ ബില്ലിന്റെ മകൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ലേ, ആ മകൾ അത് മറ്റാരുമല്ല, അത് റോസാണ്. ഈ റോസിന്റെ അച്ഛനും അമ്മയാണ് ബില്ല് എന്ന് കാതറിന് ആ ഹോട്ടലിൽ വെച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് മകളുടെ ഫോട്ടോയെല്ലാം കാതറിന്, അതായത് ജുവാന് ഈ ബില്ല് കാണിച്ചു കൊടുത്തായിരുന്നല്ലോ. അപ്പൊ തന്നെ അവൾ കരഞ്ഞതുപോലെ ഒന്ന് അഭിനയിച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് പോയിട്ട് വായ പൊട്ടിച്ചിരിച്ചില്ലേ, അതിന് കാരണവും ഇതായിരുന്നു. അതായത് 9 വർഷങ്ങൾക്ക് മുന്നേ റോസിനെ കാതറിൻ കൊന്നുകളഞ്ഞു. 9 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ റോസിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ അവളുടെ കയ്യിൽ വന്ന് പെട്ടിരിക്കുകയാണ്. കാലത്തിന്റെ ഓരോ വിധിയെ ഇതാലോചിച്ചാണ് അവൾ വായ പൊത്തിച്ചിരിച്ചത്. പിശാചിനെയല്ലേ ഇഷ്ടം അവൾക്ക്? പിശാചിന്റെ കൂടെ ആയിരുന്നല്ലോ കുറച്ചു ദിവസം അവളുടെ സഹവാസം. അപ്പൊ പിന്നെ പൈശാചികമായ ചിന്താഗതിയല്ലേ അവൾക്ക് ഉണ്ടാവുള്ളൂ. അവളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ആയിരിക്കില്ലേ. എന്തായാലും പിന്നീട് ബില്ലിനെയും ബില്ലിന്റെ ഭാര്യയും കൂട്ടി അവൾ നേരെ ആ ഒരു സ്കൂളിലേക്ക് എത്തി. വാശി പിടിച്ച് അവൾ പറഞ്ഞ സ്ഥലത്ത് കാർ നിർത്തിക്കുകയാണ്. എന്നിട്ട് അവരെ
രണ്ടുപേരെയും കൊന്ന് അവരുടെ തല അറുത്തെടുത്ത് നേരെ ആ ഒരു ബേസ്മെന്റിൽ പോയിട്ട് അവിടെ വെച്ച് ആ ശൈത്താൻ ഇഷ്ടമുള്ളതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്തിനാണെന്നല്ലേ, ഇതുപോലെയുള്ള കർമ്മങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്താൽ അവൻ വീണ്ടും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് കാതറിൻ എന്ന ഈ ജവാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അങ്ങനെയെല്ലാം ചെയ്തിട്ടും യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അവൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു പൈശാചിക ശക്തി അവളുടെ അടുത്തേക്ക് വന്നില്ല. അതിന്റെ ഒരു പ്രസൻസ് പോലും അവൾക്ക് കിട്ടിയില്ല. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഓർമ്മയുണ്ടോ? ജവാനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവൾ ആദ്യം കാണിച്ച ആ ഒരു സീനിൽ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതായത് ആ സാത്താനെയാണ് അവൾ വിളിക്കാൻ നോക്കിയത്. ഒരു രീതിയിലും അവനോട് അടുക്കാൻ വേണ്ടി അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഈ കൊടും ക്രൂരത ചെയ്യാൻ അവൾ തീരുമാനിച്ചതും. പക്ഷെ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കൊടൂരമായ ഈ 2 കൊലപാതകം ചെയ്തത് വെറുതെയായി. എന്തായാലും ആ സങ്കടത്തില് മഞ്ഞ് വീഴുന്ന ആ വഴിയിലൂടെ നടക്കുന്ന കാതറിൻ എന്ന ജവാനെ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് പല ഹൊറർ സിനിമകളിലും മനുഷ്യർ പിശാചിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കാറ്. എന്നാൽ ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ കഥാനായികയായിട്ടുള്ള കാതറിൻ ആ പിശാചിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കഥയിലും ഇങ്ങനെ ഒരു തീം ഞാൻ കണ്ടിട്ടില്ല. കാതറിന്റെ ഈ ഒരു സ്വഭാവത്തിനും അവളുടെ ഇഷ്ടത്തിനും ഒരു പരിധിവരെ കാരണമായത് അവളുടെ അനാഥത്വമാണ്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. കാരണം വളരെ സിമ്പിളായ ഒരു സ്റ്റോറിയുള്ള ഒരു ചെറിയ സിനിമയാണ്. ഇതൊട്ടും തന്നെ പോപ്പുലറുമല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതുപോലെ അധികം പോപ്പുലർ അല്ലാത്ത, അധികം ആരും അറിയാത്ത കുറേയധികം കഥകളുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അതിനുള്ള ഉത്തരം എനിക്ക് തരണേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.